ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിലെ നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശമായ തക്കുടുവിൻ്റെ തല മുട്ടടിക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പൂജ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. ചെണ്ടക്കൂട്ട് അങ്ങനെ അതേ കണ്ടില്ലേ, ഓട്ടർഷൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും വാഴയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നെ എന്തോരം വാഴ ഒരു വെട്ടി നശിപ്പിച്ചിട്ടുണ്ടാവൂലേ. പിന്നെ അവരുടെ വാഴ, അവരുടെ വണ്ടി, അവരുടെ ഇഷ്ടം, അവരെന്താ വേണമെങ്കിലും ആയിക്കോട്ടെ അല്ലേ. നമുക്ക് കാണാനൊരു രസം. കടകളെ അവർ വെറുതെ വിട്ടിട്ടൊന്നുമില്ല കേട്ടോ. അതെ, കടയുടെ രണ്ട് സൈഡിലും അവർ വാഴ കെട്ടി തൂക്കിയിട്ടുണ്ട്. പിന്നെ ഓല കൊണ്ട് തോരണം കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ വഴിയോര കടകൾ നിറച്ച് നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ, പഴം അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ അതേ നടന്ന് നമ്മളൊരു അലുവ കച്ചവടത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു രസാലേ ചില്ലുകൂട്ടിൽ ഇങ്ങനെ സാധനങ്ങൾ ഇരിക്കണം കാണാനായിട്ട്. പല കളറുകളും നമുക്കിവിടെ കിട്ടും. പിന്നെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. പിന്നെ അതേ നോക്ക് കണ്ടില്ലേ, നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചിട്ടുള്ള മെഴുകുതിരികൾ നമുക്കിവിടെ കിട്ടും കേട്ടോ. പല കളറുകളിലും പല സൈസിലും നമുക്കിതിവിടെ കിട്ടും കേട്ടോ. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളും അതും സ്കിപ്പ് ചെയ്തു. എന്നിട്ട് അതേ നടന്ന് നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ അവിടെ കണ്ട ഒരു സ്ട്രീറ്റാണ് കേട്ടോ. നമ്മുടെ പൂരം പെരുന്നാളൊക്കെ പോലെയാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പൂജ ആഘോഷിക്കുന്നത്. വേളാങ്കണ്ണിയിലെ പെരുന്നാൾ കഴിഞ്ഞു. സെപ്റ്റംബർ 8-ാം തീയതി ആയിരുന്നു പെരുന്നാൾ. അങ്ങനെ ദേ നമ്മൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ജനസാഗരമായിരുന്നു മക്കളെ. എന്ത് തിരക്കായിരുന്നു. നമ്മൾ ഈ ഓഫ് സീസണിൽ മാത്രം വേളാങ്കണ്ണി വന്ന് കണ്ടുപോയിട്ടേ സീസണിൽ വന്നപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ വക തല മുട്ടടിക്കുന്ന സ്ഥലം. അങ്ങനെ ദേ നമ്മൾ തക്കുടുവിനെ മുട്ടടിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ തക്കുടു നല്ല സഹകരണം തന്നെയായിരുന്നു ആളുടെ അടുത്തിട്ടാ. അതിൽ കരച്ചിലോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ആൾ നല്ല കോപ്പറേറ്റീവ് തന്നെയായിരുന്നു. അങ്ങനെ ദേ ആൾ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾ പ്രൊഫഷണലായിട്ട് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ആളുടെ കഴിവ് മൊത്തത്തിലെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് തക്കുടും നല്ലോണം സഹകരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മുടെ തക്കുടിൻ്റെ തലമുട്ടടിക്കൽ ബാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തലയിൽ പൊറ്റിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴുത്തുനിന്നും എല്ലാതും നെറ്റിമത്തെ ഫുൾ മുടി ആൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ആൾ ചെയ്തത്. പിന്നെ ആൾ ചെയ്തതിന് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് പൈസയൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങളതൊരു 50 രൂപ കൊടുത്തു. അത് ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. കുറച്ചുകൂടി പൈസ വേണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ നമ്മളും പാവപ്പെട്ടവരാണല്ലോ, അതും ആൾ മനസ്സിലാക്കണ്ടേ. അങ്ങനെ ദേ നടന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. നേർച്ച മുട്ട കാരണം കൊണ്ട് നമുക്ക് കുറച്ച് മുടി കടലിൽ ഒഴുക്കാനുണ്ടായിരുന്നു. പോണ വഴിക്ക് ടാറ്റു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ ബീച്ചിലെത്തിയപ്പോൾ കണ്ടില്ലേ നമ്മുടെ എക്സിബിഷന് വന്ന സാധനങ്ങൾ പോലെ മിനി ജെയിൻറ്റ് വീലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദേ മുടി ഒഴുക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് വന്നു. വെള്ളം ആദ്യം കണ്ടപ്പോൾ ആളൊന്ന് പേടിച്ചു. പിന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റിയാനായി കരച്ചിൽ. ഇത് കണ്ടില്ലേ, ഇത് അതിനുള്ള കരച്ചിലാണ്. അപ്പം ഇനി പാർട്ട് 2 കാണാം കേട്ടോ.